കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൃശ്യ കൊലപാതക കേസ് പ്രതി വിനീഷിനെ 5ാം ദിനവും കണ്ടെത്താനാകാതെ പോലീസ്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇയാൾ സംസ്ഥാനം വിട്ടുവെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ വലിയ ആശങ്കയിലാണ് കൊല്ലപ്പെട്ട ദൃശ്യയുടെ കുടുംബം. വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. വി എസ് രഞ്ജിത്ത്, എന്തായാലും ദൃശ്യയുടെ കുടുംബത്തിന്റെ ആശങ്ക ഒരു വശത്ത് നിൽക്കുകയാണ്. 5ാം ദിനവും വിനീഷിനെ കണ്ടെത്താനാകുന്നില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും പ്രതിയായിട്ടുള്ള വിനീഷിനെ കാണാതായതിന്റെ മണിക്കൂറുകൾക്ക് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. തിങ്കളാഴ്ച രാത്രിയാണ് 11 മണിയോടുകൂടി ഈ പ്രതി സെല്ലിൽ നിന്ന് ചാടിയതായി കണക്കാക്കപ്പെടുന്നത്. കാരണം അതിന് മുൻപ് തൊട്ട് മുൻപ് 10 മണിക്കുള്ള പരിശോധനയിൽ വിനീഷ് സെല്ലിനകത്തുണ്ടായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ 11 മണിക്ക് ആ പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും എത്തുമ്പോൾ അവിടെ വിനീഷിനെ കാണുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ വാർഡന്മാർ നൽകിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 1 മണിക്കൂറിനകത്തായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുക. ഈ കാണാതായി എന്നുള്ള വിവരം പോലീസിനെ അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. ആ പരിസരങ്ങളിലൊക്കെ തന്നെ ഒരു അന്വേഷണം ആ സമയത്ത് പോലീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായി നേരത്തെയും പ്രതി വിനീഷ് ഈ കുതിരവട്ടത്തിന് ചാടിപ്പോയിട്ടുണ്ട്. അതിപ്പോഴല്ല, നേരത്തെ 2 വർഷം മുമ്പ് പ്രതിയെ കുതിരവട്ടത്ത് എത്തിച്ചിരുന്നു. ആ സമയത്ത് ചാടിപ്പോയതാണ്. ഈ ദൃശ്യ കൊലക്കേസ് എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടാണ് ദൃശ്യയെ കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ കുടുംബം തന്നെ പറയുന്നുണ്ട് ഈ പ്രതിയായിട്ടുള്ള വിനീഷിന് വളരെ ക്രിമിനലായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മനോഭാവമാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അയാൾ ജയിൽ ചാടി പുറത്ത് കറങ്ങി നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ദൃശ്യയുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒക്കെ ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന്. പക്ഷേ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടും ഈ 5ാം ദിവസവും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. അല്ലെങ്കിൽ പോലീസിന് ഈ പ്രതിയായ വിനീഷിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സമാനമായി ഇയാൾ നേരത്തെയും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൊടും കുറ്റവാളി കൂടിയാണ്. ഇത്രയും ദിവസം പുറത്ത് തുടരുന്നത് അത് എത്രത്തോളം പൊതുജനങ്ങൾക്കും ആശങ്കയാണ് രഞ്ജിത്ത്? തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം സ്വതവേ ഒരു ക്രിമിനൽ മനോഭാവമുള്ള ഒരു കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊലപാതക കേസിലെ പ്രതി എന്ന രീതിയിലുള്ള ക്രൂരത വിനീഷിനുണ്ട്. ഒപ്പം തന്നെ മാനസിക അസ്വാസ്ഥ്യവും പ്രകടിപ്പിക്കുന്നു. അയാളുടെ മനോനിലയും സ്വാഭാവികമല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ആശങ്ക ആ ദൃശ്യയുടെ കുടുംബത്തിന്റെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ആശങ്കയാണ്. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ ഇപ്പോൾ 5 ദിവസമായി ആ പ്രതി ഇങ്ങനെ പലയിടങ്ങളിലായി കറങ്ങി നടക്കുന്നുവെങ്കിൽ അങ്ങനെ കറങ്ങി നടക്കുന്ന പ്രതിയെ പോലീസിനെ ഈ 5 ദിവസത്തെ പകൽ നീളം പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു കൊലപാതക കേസിലെ പ്രതി മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുതിരവട്ടത്തേക്ക് 2 തവണ റെഫർ ചെയ്തിട്ടുള്ള പ്രതിയാണ്. അപ്പോൾ അത്രയും മാനസിക നിലയിലാക്കി അസ്വാഭാവികത പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അയാൾ കരുത്തനാണ്. ഒരു ടോയ്ലറ്റിന്റെ, അതായത് കുതിരവട്ടത്തെ ഫോറൻസിക് സെല്ലിന്റെ ടോയ്ലറ്റ് ശുചിമുറി തുരന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ അയാൾ അത്രയും കരുത്തനായിരിക്കണം. അപ്പോൾ ശാരീരികമായി നല്ല ബലമുണ്ടാവുകയും മാനസികമായി അത്രത്തോളം ബലമില്ലാതെ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി കൊലപാതക കേസിലെ പ്രതി കൂടിയാവുമ്പോൾ അദ്ദേഹം സമൂഹത്തിൽ കറങ്ങി നടക്കുന്നു, അയാൾ സമൂഹത്തിൽ കറങ്ങി നടക്കുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.